വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇൻട്രൊഡക്ഷൻ ടു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഫോർ ഡേറ്റ ഹാൻഡ്ലിങ്. ഇത് ജസ്റ്റ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ പറ്റി എന്താണെന്ന് പറഞ്ഞേക്കോ. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് ഒരു ഫ്രെയിം വർക്കും സീംലെസ് ഡേറ്റ കളക്ഷനും സ്റ്റോറേജും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്കാണ്, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൗഡ്, അല്ലെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്കേലബിൾ ആയിരിക്കും. പിന്നെ അതിൻ്റെ മെയിൻ കീ ബെനിഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ സ്കേലബിലിറ്റി, അതായത് ലാർജ് നമ്പർ ഓഫ് ഡേറ്റാസിനെ നമുക്ക് ഇതിനകത്തിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. കോസ്റ്റ് എഫിഷ്യൻസി നമുക്ക് പേ ആസ് യു ഗോ ഓൺ മോഡൽ, അതായത് ഫസ്റ്റ് നമുക്കൊരു ക്ലൗഡ് യൂസ് ചെയ്യുമ്പോൾ അറിയാം ആദ്യമേ അതിന് പേയ്മെൻറ്റ് ഇല്ല, ഫ്രീ ആണ്. പിന്നീട് നമുക്ക് മെമ്മറി വേണ്ടപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നെക്സ്റ്റ് അക്സസിബിലിറ്റി, നമുക്ക് എവിടെ ഇരുന്ന് വേണമെന്നുണ്ടെങ്കിലും ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലൗഡിലെ ഡേറ്റാസ് അക്സസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ലാസ്റ്റ് സെക്യൂരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻസ്ഡ് സെക്യൂരിറ്റി മെഷേഴ്സ് ഒക്കെ ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. സ്കേലബിലിറ്റി, കോസ്റ്റ് എഫിഷ്യൻസി, അക്സസിബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി, ഇതാണ് കീ ബെനിഫിറ്റ്സ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്. ഇനി ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പാരാഡിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ The cloud computing revolves around the abstraction of computing resources and offering services that simplify the data collection and the storage process. നമ്മുടെ ഡേറ്റ കളക്ഷനെയും അതേപോലെ തന്നെ സ്റ്റോറേജ് പ്രോസസ്സിങ്ങിനെയൊക്കെ സിമ്പിളാക്കുന്ന, അങ്ങനത്തെ സർവീസസിനെയൊക്കെ സിമ്പിളാക്കുന്ന ഒരു മെത്തേഡാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പാരാഡിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിനകത്തിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? ഫസ്റ്റ് ഡേറ്റ കളക്ഷൻ ഉണ്ട്, ഡേറ്റ സ്റ്റോറേജ് ഉണ്ട്, ഡേറ്റ കമ്പ്യൂട്ടിംഗ് ഉണ്ട്. എന്തൊക്കെയാണ് വന്നേക്കുന്നത്? ഡേറ്റ കളക്ഷൻ, ഡേറ്റ സ്റ്റോറേജ്, ഡേറ്റ കമ്പ്യൂട്ടിംഗ്. ഡേറ്റ കളക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ IoTയും APIസും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഡേറ്റാസിനെ കളക്ട് ചെയ്യുവാണ്. പിന്നെ വെറുതെ കളക്ട് ചെയ്ത് വെച്ചാൽ മതിയോ? പോരാ, പകരം നമ്മൾ എന്തെടുക്കണം, അതിനെ സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിനെ നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് എന്ത് യൂസ് ചെയ്യും? ഓരോ സ്റ്റോറേജ് ആൻഡ് ഡേറ്റാബേസിനകത്തിലോട്ടായിരിക്കും നമ്മൾ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റിൽ ഡേറ്റ കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെർച്വൽ മെഷീൻസിനെ അതിൻ്റെ ആർക്കിടെക്ചർ വെച്ചിട്ട് നമ്മൾ പ്രോസസ്സിങ് ആൻഡ് അനാലിസിസ് ചെയ്യും. വെർച്വൽ മെഷീൻസിൻ്റെ പ്രോസസ്സിങ് ആൻഡ് അനാലിസിസ് ചെയ്യും. അതാണ് ഡേറ്റ കമ്പ്യൂട്ടിംഗ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു പാരാഡിസമിനകത്തിൽ വരുന്ന കാര്യങ്ങൾ? ഡേറ്റ കളക്ഷൻ, ഡേറ്റ സ്റ്റോറേജ് ആൻഡ് ഡേറ്റ കമ്പ്യൂട്ടിംഗ്. ഇനിയും അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എലാസ്റ്റിസിറ്റി, അതായത് നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റാസ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓട്ടോമാറ്റിക് ഫീച്ചറാണ്. നമുക്ക് വീണ്ടും നമുക്ക് മാനുവൽ ഇൻട്രപ്റ്റ്സ് ഇല്ലാതെ തന്നെ നമുക്കതിനെ റൺ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മൾട്ടിനൻസി, അതായത് നമുക്ക് മൾട്ടിപ്പിൾ ഡേറ്റാസ് ഒരേ സമയം നമുക്ക് പ്രോസസ്സ് ചെയ്യാനായിട്ട് പറ്റും. ഗ്ലോബൽ റീച്ച് കിട്ടും. ഇതാണ് ഫീച്ചേഴ്സ്. ഇനി ഡേറ്റ പ്രോസസ്സിങ്, ടൈപ്സ് ഓഫ് ഡേറ്റ പ്രോസസ്സിങ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. എന്താണ് നമ്മുടെ ഡേറ്റ പ്രോസസ്സിങ് ടൈപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഡ്ജ് കമ്പ്യൂട്ടിംഗ്, ഫോഗ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. നമുക്ക് 3 ടൈപ്സ് ഓഫ് ഡേറ്റ പ്രോസസ്സിംഗ് ആണ് വരുന്നത്. എഡ്ജ് കമ്പ്യൂട്ടിംഗ്, ഫോഗ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. എഡ്ജ് കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഡേറ്റ പ്രോസസ്സിംഗ് ഒക്കേഴ്സ് അറ്റ് ദ നോട്ട്സിൽ തന്നെ നമ്മുടെ ഡേറ്റ പ്രോസസ്സിങ് നടക്കുക. അങ്ങനെ വരുമ്പോഴാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് എഡ്ജ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഡിലേ ഇല്ല. ഇനി നെക്സ്റ്റ് ഫോഗ് കമ്പ്യൂട്ടിങ്. നമുക്കിത് പറഞ്ഞു കഴിഞ്ഞിട്ട് എഡ്ജ് കമ്പ്യൂട്ടിങ് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങോടെ പറഞ്ഞിട്ട് ഫോഗിലോട്ട് പോകാം. ക്ലൗഡ് കമ്പ്യൂട്ടിങ് ദ ഡേറ്റ പ്രോസസ്സിങ് ഒക്കേഴ്സ് അറ്റ് ദ ക്ലൗഡ്. നമ്മൾ ഇങ്ങനൊരു സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ എഡ്ജ്, നോട്ട്സ്, ക്ലൗഡ് ഡേറ്റ, ഇങ്ങനെയാണ് വരുന്നത്. അതിനകത്തിൽ എഡ്ജ് ഡിവൈസസിനകത്തിൽ ഡേറ്റ പ്രോസസ്സിങ് നടക്കുന്നതാണ് നമ്മുടെ എഡ്ജ് കമ്പ്യൂട്ടിങ്. തിരിച്ച് ക്ലൗഡിലെത്തിയിട്ട്, അത് ക്ലൗഡ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറേജിലെത്തിയിട്ട് ഡേറ്റ പ്രോസസ്സിങ് നടക്കുന്നതാണ് ക്ലൗഡ് പ്രോസസ്സിങ്, ക്ലൗഡ് കമ്പ്യൂട്ടിങ്. ഇനി രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്ക് നമുക്ക് കുറേ നോട്ട്സ് ഉണ്ട്. ആ നോട്ട്സിന് വെച്ചിട്ട് നമുക്ക് പ്രോസസ്സിങ് നടക്കുവാണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടിങ് നടക്കുവാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഫോഗ് കമ്പ്യൂട്ടിങ്. എമർജൻസി റെസ്പോൺസസ് ഒക്കെ വരുമ്പം, ഇത് എഡ്ജ് കമ്പ്യൂട്ടിങ്ങിനെ അപേക്ഷിച്ച് നോക്കുമ്പം ഡിലേ കൂടിയാണ് ബാക്കിയുള്ളതിന് വരുന്നത്. പിന്നെ എമർജൻസി റെസ്പോൺസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത്? ഫോഗ് കമ്പ്യൂട്ടിംഗ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ബിഗ് ഡേറ്റ അനാലിസിസ് വരുമ്പോൾ നമ്മൾ ക്ലൗഡിലും കൊടുക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്.
ഇനിയും വരുന്നത് ഡേറ്റ പ്രോസസ്സിംഗ് മോഡ്സ്. ഡേറ്റ പ്രോസസ്സിംഗ് മോഡ്സ് തന്നെ നമ്മൾ ഈ പറഞ്ഞ എഡ്ജ് കമ്പ്യൂട്ടിംഗ്, ഫോഗ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, അത് തന്നെ പിന്നെയും പറഞ്ഞിരിക്കുക ഇച്ചിരൂടെ ഡീറ്റെയിൽഡ് ആയിട്ട്. എഡ്ജ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഡേറ്റ പ്രോസസ്സിംഗ് ഡയറക്ട്ലി നോട്ട്സിൽ ലോ ലേറ്റൻസി ആയിരിക്കും, ഡിലേ കുറവായിരിക്കും, പിന്നെ വർക്ക്സ് ഇൻ ലിമിറ്റഡ് കണക്ടിവിറ്റി, അതായത് ചെറിയ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി മതി. നോട്ട്സിൽ തന്നെ ആയതുകൊണ്ട് ഇൻ്റർനെറ്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബാൻഡ് വിഡ്ത്ത് യൂസേജ് കുറവായിരിക്കും. നോട്ട്സിൽ തന്നെ ആയതുകൊണ്ട് പുറത്തോട്ടൊന്നും പോകത്തില്ല, അതുകൊണ്ട് ഹൈ സെക്യൂരിറ്റി ആയിരിക്കും. എക്സാമ്പിൾ AI, സർവൈലൻസ് ക്യാമറാസ്. ഫോഗ് വരുമ്പോഴത്തേക്കിന് ഡേറ്റ പ്രോസസ്സിംഗ് നമ്മൾ പറഞ്ഞു ഇൻ്റർമീഡിയറ്റ് ലെയറിലാണ് അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത്. ഇവിടെ ലാറ്റൻസി ഇവിടെ നമുക്ക് ഹൈ ആയിരുന്നു, ഇവിടെ വന്നപ്പോഴത്തേക്കിന് റെഡ്യൂസ്ഡ് ലാറ്റൻസി അല്ലെങ്കിൽ മീഡിയം ലാറ്റൻസി ആയി. ഇൻ്റർനെറ്റ് പാർഷ്യലി വേണം, ഫുള്ള് വേണമെന്നല്ല, ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിലേ വർക്ക് ചെയ്യുമെന്നല്ല, പക്ഷേ പാർഷ്യലി നമുക്ക് വേണം. സെക്യൂരിറ്റി എന്തായി? മീഡിയമായി. എക്സാമ്പിൾ സ്മാർട്ട് സിറ്റീസ്. ക്ലൗഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ പ്രോസസ്സിങ് എവിടെയാണ്? ക്ലൗഡിലാണ് നടക്കുന്നത്. ലാറ്റൻസി ഹൈ ആയി, ഇൻ്റർനെറ്റ് വേണം, ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സെക്യൂരിറ്റി കുറഞ്ഞു. എക്സാമ്പിൾ AI ട്രെയിനിങ്. നമ്മുടെ മറ്റേ ആ സെയിം സാധനം തന്നെ, അത് ഇച്ചിരി കൂടി പോയിൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ, മറ്റേ ഡയഗ്രാം തന്നെ വരയ്ക്കണം. ഇനി വാട്ട് ഈസ് ആൻ IoT ഡിവൈസ്? IoT ഡിവൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റാണ്. നമ്മളൊരു ഫിസിക്കൽ ഒബ്ജക്റ്റിനെ, അത് അല്ലെങ്കിൽ സെൻസേഴ്സിനെ, ആക്ച്വേറ്റേഴ്സിനെയൊക്കെ നമ്മൾ സെൻസേഴ്സും ആക്ച്വേറ്റേഴ്സും ഒക്കെയായി ഒരു ഫിസിക്കൽ ഡിവൈസിനെ എംബഡഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് IoT ഡിവൈസസ്. എന്താ? സെൻസറിനെയൊക്കെ നമ്മളൊരു ഫിസിക്കൽ ഒബ്ജക്റ്റുമായിട്ട് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കുമായിട്ട് എംബഡഡ് ചെയ്യുവാണെങ്കിൽ അതാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ IoT ഡിവൈസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് മെയിൻലി എന്താണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? കളക്ഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഡേറ്റ. ഇൻ്റർനെറ്റിൽ കൂടെ ഡേറ്റ കളക്ഷൻ ആൻഡ് എക്സ്ചേഞ്ച് പോസിബിൾ ആക്കും. അവിടെ നമുക്ക് ഡിവൈസ് മോണിറ്ററിങ്ങിനും ഓട്ടോണമസ് മോണിറ്ററിങ്, റിമോട്ട് കൺട്രോളിങ്ങിനൊക്കെ നമുക്ക് ഈ ഒരു സാധനം യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്തൊക്കെയാണ് പറഞ്ഞത്? എക്സ്ചേഞ്ച് ഓഫ് ഡേറ്റ ഓവർ ദ ഇൻ്റർനെറ്റ്. നമുക്ക് ഇൻ്റർനെറ്റിൽ ഡേറ്റ എക്സ്ചേഞ്ച് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? IoT ഡിവൈസസ് യൂസ് ചെയ്യുന്നത്. ഇനി വെർച്വലൈസേഷൻ. വെർച്വലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ വെർച്വലൈസ് ചെയ്യുക, അതായത് അങ്ങനൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, പക്ഷെ നമുക്കത് കാണാനോ ടച്ച് ചെയ്യാനോ ഒന്നും പറ്റില്ല. കണ്ടോ? സ്റ്റോറേജ് ഇപ്പം നമ്മുടെ ഫോണിലെ ക്ലൗഡ് തന്നെ എടുത്ത് നോക്കാം. നമുക്ക് ഇപ്പം ഗൂഗിളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ഡ്രൈവിൽ 15 GB നമുക്ക് ഫ്രീ സ്പേസ് അവൈലബിൾ ആണ്. പക്ഷേ ആ ഒരു സ്പേസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഫിസിക്കലി ഒരു USB-ക്കകത്തിൽ അല്ലെങ്കിൽ ഫോണിനകത്തിലെ മെമ്മറി നമുക്ക് കാണുന്നത് പോലെ നമുക്ക് അതിനകത്തിലെ ക്ലൗഡിലെ മെമ്മറി കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷേ അതിലങ്ങനൊരു മെമ്മറി ഉണ്ട്, നമുക്കത് അക്സസ് ചെയ്യാനും പറ്റും. അതിനാണ് എന്തെന്ന് പറയുന്നത്? വെർച്വലൈസേഷൻ എന്ന് പറയുന്നത്. കണ്ടോ? അത് ഐസൊലേറ്റഡ്, അത് പ്ലാറ്റ്ഫോം ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ ആ സോഫ്റ്റ്വെയർസൊക്കെ റൺ ആവും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഓൺലൈനിൽ യൂസ് ചെയ്യുന്ന മറ്റേ കുറേ പ്ലാറ്റ്ഫോംസൊക്കെ എടുക്കുകയാണെങ്കിൽ അതിന് സ്പെസിഫിക് ആപ്ലിക്കേഷൻസ് ഇല്ല, പക്ഷേ അതെന്ത് ചെയ്യും? അത് അതിനൊരു ആപ്ലിക്കേഷൻ അല്ലാതെ ആ ഒരു വെബ്സൈറ്റിൽ തന്നെ അത് റൺ ആയിക്കോളും. ഓക്കെ, ഇത് ഹാർഡ്വെയർ ഇൻഡിപെൻഡൻ്റ് ആണ്. ഹാർഡ്വെയർ ഇല്ലാതെ തന്നെ ആയിരിക്കും ആ ഒരു സാധനം വരുന്നത്. ഇനി 4 ടൈപ്സ് ഓഫ് വെർച്വലൈസേഷൻ ആണ് വരുന്നത്. സ്റ്റോറേജ് വെർച്വലൈസേഷൻ, നെറ്റ്വർക്ക് വെർച്വലൈസേഷൻ, സെർവർ വെർച്വലൈസേഷൻ ആൻഡ് ഡെസ്ക്ടോപ്പ് വെർച്വലൈസേഷൻ. എന്തൊക്കെയാണ്? സ്റ്റോറേജ് നമ്മൾ പറഞ്ഞ സെയിം സാധനം തന്നെ. മറ്റേ ഡേറ്റാബേസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ അങ്ങനത്തെ സാധനം ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നെറ്റ്വർക്ക് വെർച്വലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്ക് റിസോഴ്സസിനെ ഫ്ലെക്സിബിൾ ആൻഡ് സ്കേലബിൾ ആക്കി നമുക്ക് യൂണിഫൈ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് നെറ്റ്വർക്കിന് നമുക്ക് പല ആക്സസ് കൊടുക്കാനായിട്ട് പറ്റും. അതാണ് നെറ്റ്വർക്ക് വെർച്വലൈസേഷൻ. സെർവർ വെർച്വലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്സ് യൂസ് ഒരു ആപ്പാണെങ്കിൽ ഒരു സെർവറിന് പകരം മൾട്ടിപ്പിൾ സെർവേഴ്സ് യൂസ് ചെയ്യും. അതാണെന്ത്? സെർവർ. അപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ആപ്പ് എടുക്കുകയാണെങ്കിൽ ഏത് OS വേണമെങ്കിലും അത് കോമ്പാറ്റബിൾ ആയിരിക്കും. ആൻഡ്രോയിഡ് ആണെങ്കിലും വിൻഡോസ് ആണെങ്കിലും മാക് OS ആണെങ്കിലും എല്ലാത്തിനും, അതിൽ iOS ആണെങ്കിലും എല്ലാം റൺ ചെയ്യും. അതാണ് സെർവർ പറയുന്നത്. ഡെസ്ക്ടോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ OS ഓൺ സെയിം ഡിവൈസ്. ഇപ്പം നമ്മൾ മാക് എടുക്കുകയാണെങ്കിൽ മാക്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഡെസ്ക്ടോപ്പും ലിനക്സും ഒക്കെ ഒരു വിർച്വൽ എൻവയോൺമെൻറ്റിൽ നമുക്ക് റൺ ചെയ്യാനായിട്ട് പറ്റും. അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ വെർച്വലൈസേഷൻ്റെ 4 ടൈപ്സ്? സ്റ്റോറേജ് വെർച്വലൈസേഷൻ, നെറ്റ്വർക്ക് വെർച്വലൈസേഷൻ, സെർവർ വെർച്വലൈസേഷൻ ആൻഡ് ഡെസ്ക്ടോപ്പ് വെർച്വലൈസേഷൻ. ഇനി ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സാണ് ഹോമോജീനിയസ് ആണ്, വെർച്വലൈസേഷൻ ചെയ്യാനായിട്ട് പറ്റും, അഡ്വാൻസ്ഡ് സെക്യൂരിറ്റി ആണ്, കോസ്റ്റ് കുറവായിരിക്കും, റെസിലൻറ്റ് കമ്പ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും.
ഇനി ക്ലൗഡ് ഡിപ്ലോയ്മെൻറ്റ് മോഡൽസ് ഇമ്പോർട്ടൻ്റാണ്. ഇതിനകത്ത് എസ്സേ ആയിട്ടോ 3 മാർക്കായിട്ടോ എന്ത് വേണേലും ചോദിക്കാം. ക്ലൗഡ് ഡിപ്ലോയ്മെൻറ്റ് മോഡൽസും ഉണ്ട്, ക്ലൗഡ് സർവീസ് മോഡൽസും ഉണ്ട്. കണ്ടോ, ഡിപ്ലോയ്മെൻറ്റ് മോഡൽസും ഉണ്ട്, സർവീസ് മോഡൽസും ഉണ്ട്. രണ്ടുകൂടെ തിരിഞ്ഞു പോവില്ല. ഇതിനകത്തിൽ നമ്മുടെ അടുത്ത് ഇപ്പം ക്ലൗഡ് ഡിപ്ലോയ്മെൻറ്റ് മോഡ്സ്, ടൈപ്സ് ഓഫ് ക്ലൗഡ്, പിന്നെ ഹൗ ക്യാൻ വി യൂസ് ക്ലൗഡ്, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് പബ്ലിക്, പ്രൈവറ്റ്, ഹൈബ്രിഡ് ആൻഡ് കമ്മ്യൂണിറ്റി ആയിരിക്കും. എന്തൊക്കെ വരുമ്പോഴാണ് നമ്മളത് എഴുതേണ്ടത്? ഫസ്റ്റ് ക്ലൗഡ് ഡിപ്ലോയ്മെൻറ്റ് മോഡൽസ് ഓർ ഹൗ ക്യാൻ വി യൂസ് ക്ലൗഡ്. പിന്നെ മൂന്നാമത് വരുമ്പോൾ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലൗഡ്സ്. ഈ 3 ക്വസ്റ്റ്യൻസിനും നമ്മൾ ആൻസർ ചെയ്യേണ്ടത് ഇതാണ്: പ്രൈവറ്റ്, പബ്ലിക്, ഹൈബ്രിഡ് ആൻഡ് കമ്മ്യൂണിറ്റി. പേരിൽ തന്നെ ഉണ്ട്, പ്രത്യേകിച്ച് ഒരു പാടുമില്ല. എന്താണ് പബ്ലിക് ക്ലൗഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീലി അവൈലബിൾ സ്പേസ് ആയിരിക്കും, ആർക്ക് വേണമെങ്കിലും നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു തേർഡ് പാർട്ടി പ്രൊവൈഡറിലായിരിക്കും ഓണർഷിപ്പ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആ തേർഡ് പാർട്ടി ഓണർ അതെന്ത് ചെയ്തോളും, മെയിൻറ്റെയിൻ ചെയ്തോളും. പിന്നെ പബ്ലിക് ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും, സെക്യൂരിറ്റി കുറവായിരിക്കും, സ്കേലബിലിറ്റി ഒരുപാട് കൂടുതലായിരിക്കും. നമുക്ക് എത്ര റിസോഴ്സസ് വേണമെങ്കിലും ആഡ് ഓൺ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ കോസ്റ്റ് കുറവായിരിക്കും. നമുക്ക് പബ്ലിക് എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. കസ്റ്റമൈസേഷൻ പക്ഷേ കുറവായിരിക്കും. അവരെങ്ങനെയാണോ നമുക്ക് തരുന്നത് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മളിത് സ്റ്റാർട്ടപ്സിനും വെബ് ആപ്സിനും ഒക്കെ ആയിരിക്കും ഇത് ഏറ്റവും ബെസ്റ്റായിട്ട് സ്യൂട്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ പ്രൈവറ്റ് ക്ലൗഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ്ലി യൂസ്ഡ് ബൈ ദ യൂസേഴ്സ്. നമ്മുടെ യൂസേഴ്സ് എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് പ്രൈവറ്റ് ക്ലൗഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇറ്റ് ഓൺ ബൈ എ സിംഗിൾ ഓർഗനൈസേഷൻ. അത് ഒരു സിംഗിൾ ഓർഗനൈസേഷനാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഓൺ ചെയ്തിരിക്കുന്നത്. ഇനിയും ഹൈ സെക്യൂരിറ്റി കൂടുതലായിരിക്കും. മറ്റേത് പ്രത്യേകിച്ച് ഇവിടെ ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇവിടെ സെപ്പറേറ്റ്ലി യൂസ്ഡ് ബൈ ദ യൂസേഴ്സ് ആയിരിക്കും. ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്, ഇപ്പോഴത്തെ തേർഡ് പാർട്ടി ഇല്ല. സിംഗിൾ ഓർഗനൈസേഷൻ ആയിരിക്കും അത് ഓൺ ചെയ്യുന്നത്. സെക്യൂരിറ്റി മറ്റേടത്ത് കുറവായിരുന്നു, ഇവിടെ വരുമ്പോഴത്തേക്കിന് ഹൈ സെക്യൂരിറ്റി. മറ്റേടത്ത് സ്കേലബിലിറ്റി ഹൈ ആയിരുന്നു, ഇവിടെ വന്നപ്പോഴത്തേക്കിന് സ്കേലബിലിറ്റി കുറഞ്ഞു. കോസ്റ്റ് മറ്റേടത്ത് കുറവായിരുന്നു, ഇവിടെ ഹൈ കോസ്റ്റായി. മറ്റേടത്ത് കസ്റ്റമൈസേഷൻ പറ്റില്ലായിരുന്നു, ഇവിടെ വന്നപ്പോഴത്തേക്കിന് ഹൈ കസ്റ്റമൈസേഷൻ പോസിബിളാണ്. അവിടെ നമ്മൾ സ്റ്റാർട്ടപ്സിനും വെബ് ആപ്ലിക്കേഷൻസിനും ഒക്കെ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ ഇത് മെയിൻലി യൂസ്ഡ് ഫോർ ഡിഫെൻസ് ആയിരിക്കും, പ്രൈവസി കൂടുതലാണ്. ഓക്കെ, ഇനിയും വരുന്നത് ഹൈബ്രിഡ്. പേരിൽ തന്നെ ഉണ്ട് പബ്ലിക്കിൻ്റെയും പ്രൈവറ്റിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് ഹൈബ്രിഡ് ക്ലൗഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാം മോഡറേറ്റ് സെക്യൂരിറ്റി, സ്കേലബിലിറ്റി ഹൈ ആയിരിക്കും. കണ്ടോ, കോസ്റ്റും മീഡിയം ആയിരിക്കും, കസ്റ്റമൈസേഷനും മീഡിയം ആയിരിക്കും. ഓരോന്നും എന്തിനൊക്കെയാണ് ബെസ്റ്റ് സ്യൂട്ടഡ് എന്ന് ഓർക്കണം. ആദ്യത്തെ എന്തുവായിരുന്നടാ, നമ്മുടെ സ്റ്റാർട്ടപ്സുകൾക്കൊക്കെ ആയിരുന്നു ബെസ്റ്റ് സ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് മറ്റേത് വന്നപ്പോഴത്തേക്കിന് നമുക്ക് ഡിഫെൻസിലായിരുന്നു പ്രൈവറ്റ് ബെസ്റ്റ്. ഇത് ബിസിനസ്സൊക്കെ ആണെങ്കിൽ ഹൈബ്രിഡ് ബെസ്റ്റ് ആയിരിക്കും. പർച്ചേസ് ആൻഡ് മെയിൻ്റനൻസ് വേണം. ഇനി വരുന്നത് കമ്മ്യൂണിറ്റി, ഷെയർഡ് ബൈ മൾട്ടിപ്പിൾ ഓർഗനൈസേഷൻ. ഇപ്പം പ്രൈവറ്റും അല്ല എന്നാൽ പബ്ലിക്കും അല്ല, ഒരു കമ്മ്യൂണിറ്റിയുടെ അണ്ടറിൽ വരുന്ന എല്ലാ ഓർഗനൈസേഷൻസും ഇത് ഷെയർ ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എല്ലാ ഹോസ്പിറ്റലുകൾസും വെദർ ഇറ്റ് ഈസ് പ്രൈവറ്റ്, പബ്ലിക് ഓർ എന്താണെങ്കിലും ആ എല്ലാ ഹോസ്പിറ്റലുകളും ഷെയർ ചെയ്യുന്ന ഒരു കോമൺ ക്ലൗഡ് അല്ലെങ്കിൽ ഒരു സർവീസ്, അതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ക്ലൗഡ്. ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം, ഇൻഡസ്ട്രീസ് എല്ലാം കൂടെ ഷെയർ ചെയ്യുന്ന ഒരു ക്ലൗഡ്, അതാണ് കമ്മ്യൂണിറ്റി ക്ലൗഡ്. മൾട്ടിപ്പിൾ ഓർഗനൈസേഷൻസ് ഒരുമിച്ച് ചേർന്ന് വർക്ക് ചെയ്യുന്നു. ഇവിടെ സെക്യൂരിറ്റി പക്ഷേ മീഡിയം ആയിരിക്കും, സ്കേലബിലിറ്റി മീഡിയം ആയിരിക്കും, കോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ കസ്റ്റമൈസേഷനും മീഡിയം ആയിരിക്കും. നമ്മുടെ ഹൈബ്രിഡിൻ്റെ ഏകദേശം സെയിം ഫീച്ചേഴ്സൊക്കെ തന്നെ ആയിരിക്കും വരുന്നത്. ഇത് ബെസ്റ്റ് എവിടെ, ഗവൺമെൻറ്റിനും എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോംസിലും ഒക്കെ ആയിരിക്കും ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇനി IoT സർവീസ് മോഡൽസ്. തെറ്റിപ്പോയല്ല, ഇത് പബ്ലിക്കും പ്രൈവറ്റും ഒക്കെ എപ്പോഴാണ് എഴുതേണ്ടത്? ക്ലൗഡ് ഡിപ്ലോയ്മെൻറ്റ് മോഡൽസ്, ഹൗ ക്യാൻ വി യൂസ് ഇറ്റ്, പിന്നെ നമ്മുടെ ടൈപ്സ് ഓഫ് ക്ലൗഡ്. ഇത്രയും 3 ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ക്ലൗഡ് ഡിപ്ലോയ്മെൻറ്റ് മോഡൽസ് എഴുതേണ്ടത്. പ്രൈവറ്റ്, പബ്ലിക്, ഹൈബ്രിഡ്,
കമ്മ്യൂണിറ്റി. ഇനി വരുന്നത് സർവീസ് മോഡൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താടാ, ക്ലൗഡ് കണക്ഷൻ ആൻഡ് സർവീസ് മോഡൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൗഡ് കണക്ട് ദ ഡിവൈസ്, ഡേറ്റ, സർവീസസ് ആൻഡ് പേഴ്സൺസ്. നമ്മുടെ ഡിവൈസസിനും ഡേറ്റാസിനും എല്ലാം കൂടെ എവിടെലോട്ട് കണക്റ്റഡ് ആണ്, ക്ലൗഡിലോട്ട് കണക്റ്റഡ് ആണ്. ഇവിടെ നമുക്ക് ക്ലൗഡ് സർവീസസിനെ എങ്ങനെ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും, സെർവറിൻ്റെയൊക്കെ ഒരു ഡിസ്ട്രിബ്യൂഷനായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. അതായത് നമുക്ക് സെർവറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടോ, ഒരു എൻറ്റയർ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാസ് പ്ലസ് പാസ് പ്ലസ് IaaS പ്ലസ് ഡാസ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു സം ആയിരിക്കും, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് എന്താവുന്നത്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആവുന്നത്. ഈ ഡയഗ്രാം വെച്ച് നോക്കുവാണെങ്കിൽ, ആർക്കിടെക്ചർ വെച്ച് നോക്കുവാണെങ്കിൽ IaaS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, പിന്നെ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് ആൻഡ് ദെൻ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. ആദ്യമേ നമുക്ക് വേണ്ടത് ഇൻഫ്രാസ്ട്രക്ചറാണ്, നമുക്ക് നെറ്റ്വർക്ക് ആർക്കിടെക്ചർ വേണം, അതാണ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. എക്സാമ്പിൾ നമ്മുടെ ആമസോൺ വെബ് സർവീസ്. പിന്നെ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്. പിന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന് എന്താണ് വേണ്ടത്, പ്ലാറ്റ്ഫോമാണ് വേണ്ടത്. ഓക്കെ, അതാണ് PaaS. എക്സാമ്പിൾ മൈക്രോസോഫ്റ്റ്, അതെന്താ, ഒരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ വരുമ്പം നമ്മുടെ ലാസ്റ്റ് സാസ്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, നമുക്കൊരു സോഫ്റ്റ്വെയർ ആണ് പിന്നെ ലാസ്റ്റ് വരുമ്പം ഇതായിട്ട് വേണ്ടത്. അതിൻ്റെ എക്സാമ്പിളാണ് Gmail. ഓക്കെ, അത് തന്നെ പിന്നെയും പറഞ്ഞിരിക്കുന്നത് SAS, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. അവിടെ സോഫ്റ്റ്വെയർ ഇസ് മെയ്ഡ് അവൈലബിൾ ടു ദ ആപ്ലിക്കേഷൻ ഓർ സെർവർ ഓർ ഡിമാൻഡ്. സോഫ്റ്റ്വെയർ ആണ് നമ്മളിവിടെ മെയ്ഡ് അവൈലബിൾ ആക്കുന്നത്. അതൊരു സർവീസ് ടൈപ്പ് മോഡലാണ്. നമ്മുടെ ക്ലൗഡിലാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്, ക്ലൗഡിലാണ് അവൈലബിൾ ആക്കുന്നത്. പിന്നെ റെസ്പോൺസിബിലിറ്റി, സോഫ്റ്റ്വെയർ കൺട്രോളും മെയിൻ്റനൻസും ഒക്കെയാണ് അതിൻ്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ എക്സാമ്പിൾ മൈക്രോസോഫ്റ്റ് ഓഫീസ്. PaaS പ്ലാറ്റ്ഫോമാണ് അവിടെ നമുക്ക് സർവീസായിട്ട് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. പിന്നെ ഇത് ആപ്ലിക്കേഷൻ ആൻഡ് സർവീസ്, നമുക്ക് ആപ്ലിക്കേഷൻസ് ആൻഡ് സർവീസ് നമുക്ക് പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു സാധനത്തിൻ്റെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇറ്റ് സിംപ്ലിഫൈസസ് ദ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്. അത് ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും മാനേജ് ചെയ്യാതെ തന്നെ നമുക്ക് പ്ലാറ്റ്ഫോം വെച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. എക്സാമ്പിൾ ഗൂഗിൾ, നമ്മുടെ AWS കാര്യങ്ങളൊക്കെ. ഇനി ലാസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. അവിടെ ഇൻഫ്രാസ്ട്രക്ചർ, ഒരു കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചറാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമുക്ക് അവൈലബിൾ ആക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, അതിനകത്തിൽ പ്രത്യേകിച്ച് ഹാർഡ്വെയറിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് മാനേജ് ആപ്സും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും എല്ലാം നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. എക്സാമ്പിൾ ആമസോൺ വെബ് സെർവർ. ഇനി ലാസ്റ്റ് വരുന്നതാണ് ഡേറ്റ ആസ് എ സർവീസ്. ഇവിടെ നമുക്ക് ഡേറ്റയാണ് നമുക്ക് സർവീസായിട്ട് നമ്മൾ അവൈലബിൾ ആക്കുന്നത്. ഓക്കെ, എന്താണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത്, ഡേറ്റാസിനെയാണ് നമ്മളിവിടെ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. പിന്നെ എക്സാമ്പിൾ ഗൂഗിൾ ബിഗ് ക്വയറി, ആ ഡേറ്റാസ് വെച്ചിട്ടാണ് നമ്മളിവിടെ ഓരോ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനിയും ഇത് ഓരോ ടെർമിനോളജീസാണ്, അതൊക്കെ എന്തോന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ. റിസോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീഡ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു സംഭവം. സിസ്റ്റം റിസോഴ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എൻവയോൺമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം എക്സിക്യൂഷൻ നടക്കുന്ന ഒരു സ്ഥലം, അതാണ്. പിന്നെ പ്ലാറ്റ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അത് ഏത് പ്ലാറ്റ്ഫോമാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്. വെബ് കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ വെബ് സർവീസ്, അത് ഓരോന്ന്. വിർച്വലൈസേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. അത്രയേ ഉള്ളൂ. ഇനിയും ഇതിനകത്തിലെ ഈ ഒരു മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മുടെ റാസ്ബെറി പൈ. ഓക്കെ, എന്താണ് ഇതിനകത്തിലെ ലാസ്റ്റ് ടോപ്പിക്ക്, റാസ്ബെറി പൈ. ഇതിനകത്തിലെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് കേട്ടോ റാസ്ബെറി പൈയുടെ. അതൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അത് പഠിക്കാൻ ഇച്ചിരി പാടായിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് അതിൻ്റെ അല്ലാതെ പൈ എന്താണെന്നുള്ള പൈയുടെ തിയറീസ് മാത്രമേ ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ഞാൻ തൽക്കാലം. അതെന്തൊക്കെയാണോ നമുക്ക് നോക്കാം. ഫസ്റ്റ്, റാസ്ബെറി പൈ ലോ കോസ്റ്റ് ആണ്. നമുക്ക് ലെസ് കോസ്റ്റിൽ തന്നെ ഒരു കൺട്രോളർ നമുക്ക് അവൈലബിൾ ആക്കാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ വെർസറ്റൈലാണ്. വെർസറ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താടാ, അത് ഒരുപാട് നാൾ നിലനിൽക്കും. നമ്മൾ ഒരു വട്ടം പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ ഈ ഒരു സാധനം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ക്രെഡിറ്റ് കാർഡ് സൈസ് കമ്പ്യൂട്ടർ, നമ്മുടെ ഒരു കമ്പ്യൂട്ടറാണ്, ഒരു മിനി കമ്പ്യൂട്ടറാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റാസ്ബെറി പൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ. സൈസ് വളരെ കുറവാണ്, നമുക്കതുകൊണ്ട് ക്യാരി ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. IoT ആപ്ലിക്കേഷൻസിലായിരിക്കും നമ്മളിത് ഏറ്റവും കൂടുതൽ വൈഡ്ലി യൂസ് ചെയ്തിട്ടുള്ളത്.
പിന്നെ വേരിയസ് സെൻസേഴ്സ്, മിക്ക ടൈപ്പ് സെൻസേഴ്സിനെയും അതിൻ്റെ ഇൻ്റർഫേസുകളെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ ആർക്ക് പറ്റും? റാസ്ബെറി പൈക്ക് പറ്റും. ഇനി അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ്, പ്രോസസ്സർ, ബേസ്ഡ് പ്രോസസ്സറാണ് എന്തിനുള്ളത്? റാസ്ബെറി പൈക്കുള്ളത്. മെമ്മറി എവിടെ തൊട്ട് എവിടെ വരെയാണ് വേരി ചെയ്യുന്നത്? അത് മോഡലിനനുസരിച്ച് മാറും. ഇപ്പം നമുക്ക് പൈ മോഡൽ 2, 4, 5, ഇപ്പം നമുക്ക് പൈ 4, 5 വരെയൊക്കെ അവൈലബിൾ ആണ്. അപ്പം 512 MB to 8 GB മെമ്മറി ഓരോ മോഡലിനനുസരിച്ച് വ്യത്യാസം വരും. ഇനി സ്റ്റോറേജ് സെപ്പറേറ്റ് പൈക്ക് കുറവാണ്. അതുകൊണ്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? മൈക്രോ SD കാർഡ്സ് ആണ് നമ്മളിവിടെ സ്റ്റോറേജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മെയിനായിട്ട് ഇത് എന്തിലാണ് നമ്മുടെ ഇത് റൺ ചെയ്യുന്നത്? പൈ റൺ ചെയ്യുന്നത് ലിനക്സിലെ റാസ്ബിയൻ എന്ന് പറഞ്ഞ ലിനക്സ് OSലെ റാസ്ബിയൻ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ എന്ത് റൺ ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ചെയ്യുന്നത്. ഇനി ഇൻ്റർഫേസ്, ഇതിനകത്തിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് ഉണ്ട് എക്സ്റ്റേണൽ ഇൻ്റർഫേസിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് അല്ലാത്ത ഓരോ HDMI പോർട്ടുകളുണ്ട്, എതർനെറ്റ് കേബിൾസിനുള്ള കണക്ടിവിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് വൈഫൈയും കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന മോഡൽ ഇപ്പം അവൈലബിൾ ആണ്. ഈ ഒരു 4 തൊട്ട് അങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇത് വൈഫൈ കണക്ടിവിറ്റിയൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ലിനക്സ് ഓൺ റാസ്ബെറി പൈ. റാസ്ബെറി നമ്മൾ ലിനക്സിലാണ് പൈ കൂടുതലായിട്ട് വരുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് കാരണം നമുക്കൊരു റോബസ്റ്റ്, നമുക്ക് പ്രോഗ്രാമിങ് IoT ഡിവൈസസിൻ്റെ പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ട് നമുക്കൊരു റോബസ്റ്റ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫീച്ചേഴ്സ്, കമാൻഡ് ലൈൻ ഇൻ്റർഫേസ്, ഒരു കമാൻഡ് ലൈനിൽ നമുക്ക് ആ ഒരു സാധനം ഓപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യിക്കാനായിട്ട് പറ്റും. നെറ്റ്വർക്ക് ടൂൾസ് ലൈക്ക് SSH ആൻഡ് FTP ആർ യൂസ്ഡ്. പ്രോഗ്രാമിംഗ് സപ്പോർട്ട്, പൈത്തൺ, CPP, ജാവ, ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്തിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി പൈയുടെ ഇൻ്റർഫേസിനെ പറ്റിയാണ് പറയുന്നത്. GPI, അതായത് ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട്, LEDസും സെൻസേഴ്സും ഒക്കെ നമുക്ക് ഇൻ്റർഫേസ് ചെയ്യാനായിട്ടാണ് അത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിജിറ്റൽ ഇൻപുട്ട് ഔട്ട്പുട്ടൊക്കെയാണ് അത് സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി വരുന്നത് സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ UART, യൂണിവേഴ്സൽ അസിൻക്രണസ് റിസീവർ ട്രാൻസ്മിറ്റർ, അതാണ് UARTക്കകത്തിൽ വരുന്നത്. ഇനി നമ്മുടെ SPI, സീരിയൽ പെരിഫറൽ ഇൻ്റർഫേസ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസിൻ്റെയൊക്കെ നമ്മൾക്ക് ADC, DAC അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഇതുണ്ടല്ലോ, കൺവേർട്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അവരെ എല്ലാവരെയും കൂടെ കണക്ട് ചെയ്യാനാണ് നമ്മൾ ഈ SPIs യൂസ് ചെയ്യുന്നത്. ഇനി I2C എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്, നമ്മുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ ഡിവൈസസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇനേബിൾ ചെയ്യാനായിട്ടാണ് നമ്മൾ I2C യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇൻ്റർഫേസിൽ വരുന്നത്? ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട്, സീരിയൽ കമ്മ്യൂണിക്കേഷൻ പോർട്ട്, SPIs, സീരിയൽ പെരിഫറൽ ഇൻ്റർഫേസ്, I2C, ഇത് ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ തീരെ ചെറുതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രോഗ്രാം ചോദിക്കും, റാസ്ബെറി പൈയുടെ പ്രോഗ്രാംസ് ചോദിക്കും, പക്ഷെ അത് കുറേ ഉണ്ട് ചെയ്യാൻ. അപ്പം അത് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 5 മാർക്കിന് ഒരു 7 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. ആ പ്രോഗ്രാം ഒഴിച്ച് ബാക്കി ഒരു മൊഡ്യൂളിലെ ഒരു ടോപ്പിക്കും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിനകത്തുനിന്ന് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ 4 കഴിഞ്ഞു.